അല്ല ഞാൻ ഏതാണ്ട് ഇപ്പം കഴക്കൂട്ടം ജംഗ്ഷനിൽ നിൽക്കുകയാണ്, ആ പാലത്തിൻ്റെ താഴെ. അല്ല വാടക ഞാൻ 2 ദിവസം കഴിഞ്ഞ് എത്തിക്കാം ഓഫീസിൽ. അത് നിങ്ങളെ ഓഫീസിൽ എത്തിക്കാം ഞാൻ. നമ്മളെ വിശ്വസിക്കുവായി. ഓ അങ്ങനെ തേക്കൊന്നുമില്ല. ഓ എത്തിക്കാം. ശരി. ഇങ്ങനെയും ഉണ്ടോ? വാടകയൊന്നും കൊടുപ്പില്ല അളിയാ. വല്ലതും വേണ്ട എടുത്ത് കൊടുക്കാൻ. അതുപോട്ട് നീ എന്തോന്ന് പറഞ്ഞു അളിയാ? നമ്മളെ കഥയില് പുതിയതായിട്ട് 2 പേരും ഇവിടെ വന്നു. ഇപ്പം നീ ഇതാരെ ചോദിച്ചിട്ടാ ഈ ഉള്ള എല്ലാവരെയും കൂടെ വിളിച്ച് കയറ്റണം? അല്ല നീ എന്താ എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് നീ ബാഹുബലിയാണോ എടുക്കാൻ പോണത്? അല്ല പിന്നെ ഈ ഇപ്പൊ തന്നെ 10-50 പേരില്ല ആ കഥയില്. പക്ഷെ ഇത് ട്വിസ്റ്റ് എന്ന് പറഞ്ഞ ഇങ്ങനെ ആളിനെ വിളിച്ച് കയറ്റൂ? ഇതൊക്കെ ആരെ ചോദിച്ചിട്ട് നീ ചെയ്യണത്? അത് അങ്ങനെ ആയിപ്പോയി. പറ ആരും ഇപ്പൊ ഈ പുതിയ കഥാപാത്രങ്ങളെ പറ്റി എൻ്റെ ചർച്ച ചെയ്തിട്ട് കയറ്റിയാൽ മതി. ഒന്ന് പാപ്പു, ഒന്ന് സോന. പാപ്പ അല്ല പാപ്പു, ഒന്ന് സോന. ഇടണത് നല്ല പേരിട്ടൂടെടാ എനക്ക്. അത് ഞാൻ എഴുതി വന്നപ്പോൾ അങ്ങനെ ഇട്ടളിയാ. അപ്പൊ സംഭവം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവര് കുഞ്ഞിനെ നോക്കാനാണ് വന്നത്. പക്ഷേ അവിടെ കുറെ വേറെ പിള്ളേരുണ്ടല്ലോ, അവർക്ക് നോക്കിക്കൂടി. അവർക്ക് നോക്കാൻ പറ്റാത്തോണ്ടാണ് ഞാൻ കുഞ്ഞിന് പോളിയോ എടുക്കാൻ വേണ്ടി പോയ സമയത്ത് ഇവർ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങോട്ട് ചോദിച്ച്, സാറിൻ്റെ വീട്ടിൽ ഞാൻ ജോലിക്ക് വന്നോട്ടെ എന്ന്. നീ അന്നത്തെ പോലെ വീണ്ടും എന്നെ കുഴയ്ക്കാൻ വേണ്ടി വരെയാണ്. നീ പോളിയോക്ക് പോയപ്പോ നീ കഥാപാത്രങ്ങളെ എങ്ങനെയാടാ പോളിയോക്ക് കൊണ്ടുപോയത്? അല്ല ഞാൻ അന്നേ പറഞ്ഞല്ലോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും. നായകനായിട്ട് അങ്ങ് ഒരുപാട് അങ്ങ് വിചാരിക്കില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരണത്. നീ അത് വിട്, നീ നായകനല്ല. നായകൻ അവിടെ പോയപ്പോൾ ആ വീട്ടില് ഇങ്ങനെ കൊച്ചുങ്ങൾ നോക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ നായകനാണെങ്കിൽ സമ്മതിച്ച കാര്യം പൈസ വേണ്ട, ആഹാരവും താമസം കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നായകൻ സമ്മതിച്ചത്. നായകനാടാ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ അങ്ങ് വീട്ടിൽ വിളിച്ച് കയറ്റി? ഇല്ലല്ല അങ്ങനെ പറഞ്ഞോ, പാവമാണ്. ആര്? നായകന്? ഇല്ലല്ല കഴുപ്പണം കേട്ടോ. അല്ലാതെ വഴി കൂടെ പോണ 2 പേരെ വീട്ടിൽ വിളിച്ച് പൈസ ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ വിളിച്ചങ്ങ് കയറ്റോ? യാവനോടാ അവനെ കവളി മേട എല്ലായിടത്ത് അടിക്കണം. അതിന് ബാക്കിയുള്ള പിള്ളേർക്ക് കൊച്ചിനെ കൊണ്ട് ഉറങ്ങാൻ പറ്റണില്ല. തൊട്ടിലെടുത്ത് കെട്ടിയാൽ മതി. തൊട്ടിലൊക്കെ കെട്ടി നോക്കാം. കൊച്ചാണെങ്കിൽ തൊട്ടിൽ കിടന്ന് ആടിയില്ല, ഉറങ്ങിയില്ല, ഭയങ്കര ശല്യം. അളിന്ന് അറിഞ്ഞൂടെ അനുഭവിക്കണ എനിക്കേ അറിയാവൂ. എന്നിട്ട് ബാക്കി പറ. എന്നിട്ട് ഈ പാപ്പം തിന്നിട്ട്? പാപ്പല്ല പാപ്പു. പാപ്പു അവിടെ വന്നിട്ട് പാപ്പി ഉണ്ടോ? പാപ്പു അവിടെ വന്നിട്ട് മറ്റേ നമ്മളെ പപ്പിമോളില്ലേ, മറ്റേ ബ്ലഡ് അത് എടുത്ത DNA അത് എഴുതിയാ നീ? എന്റെ അളിയാ, അത് എഴുതിയപ്പോ എനിക്ക് ഞാൻ അനുഭവിച്ച വേദന ഉണ്ടല്ലോ. ഇതാണ് എഴുത്തുകാരയിൽ, ഇതാണ് എല്ലാവർക്കും ഒരു ബഹുമാനം വേണം. കാരണം നമ്മൾ ഈ എഴുതുമ്പോൾ ഉണ്ടല്ലോ ആ വേദന നമ്മൾ അറിയണം. ഇപ്പൊ തൂക്കിക്കൊല്ലാൻ പോകുന്ന ഒരു പ്രതിയെ പറ്റി എഴുതുമ്പോൾ നമ്മൾ ആ വേദന അറിയുകയാണ്. അത് ഞാൻ അനുഭവിച്ചളിയാ 2 ദിവസം. അതിന്റെ പാടിപ്പോഴും കിടക്കാണ്. നീ എന്താ സ്വന്തമായിട്ട് എടുത്ത് കുത്തിയിട്ട് എഴുതിയ? ഇല്ല, ഞാൻ എഴുതിയപ്പോ ഞാൻ അങ്ങനെ അകത്തേന്ന് അനുഭവിച്ചളിയാ ആ വേദന. അനുഭവിച്ചല്ലേ എഴുതല്ലേ, നീ ചിലപ്പോ ചത്തു. അതാണ്. എന്നിട്ട് പപ്പിമോള റൂമിൽ വന്ന് നിന്നിട്ട് ഇവർ 2 പേരും കൂടി ഭയങ്കരമായിട്ട് അടക്കം പറയുന്നത് ഞാൻ കേട്ടു. എന്തോന്നു? പപ്പിമോള റൂമിൽ കയറിയിട്ട് ഇവർ ഇതായിരിക്കുമോ, ഇവിടെ ഇങ്ങനെ എന്തൊക്കെ നോക്കണം, സെർച്ച് ചെയ്യണം എന്നൊക്കെ പറയണത് ഞാൻ കേട്ടു. എന്തിനായിരിക്കും അളിയ അപ്പം അവർ വന്നത്? എന്തിനായിരിക്കും? കഥയിൽ അവര് വന്നത് എന്തിനാണ്? ഇതാരെഴുതിയ? ഞാൻ. എന്നിട്ട് നീ എൻ്റെ വന്ന് ചോദിക്കണം അവരെന്തിനു വന്നേന്ന്. എനിക്ക് ഒരിക്കലും മനസ്സിലാവണ്ട അളിയാ. കഥ എഴുതിയത് നീ എന്തിനാണ് എൻ്റെ അവരെന്തിനു വന്നേന്ന് ചോദിക്കണം?